2 मिनट में हिंदी। आज हमारा है रिश्तेदार के बारे में, പരിവാർ के बारे में. ഇത് നമ്മുടെ പരിവാർ കുടുംബങ്ങളെ കുറിച്ച് പറയാഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് സംസാര ഭാഷയുടെ ആകെ നീ ജാ സക്താ, അവിടെ ബന്ദ് ഹോ ജായേഗ. അതുകൊണ്ട് തന്നെ അതാ പിതാജി, പിതാജി की तबीयत कैसे हैं, പിതാജി, പിതാജി की तबीयत कैसे हैं. നമ്മളൊരാളുടെ വിവരങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛൻ്റെ വിവരങ്ങളൊക്കെ, പിതാജി. അവിടെ അബ്ബജാൻ എന്ന് പറയാറുണ്ട്. ഒരു ഉറുദു വേർഡും ഹിന്ദി വാക്കുകളും സംസാര ഭാഷയിൽ ഒരേ കോർണറിൽ എത്തി നിൽക്കുന്ന ചിലതുണ്ട്, അതിൽ പെട്ടതാണത്. അതുപോലെ മാ എന്ന് പറഞ്ഞാൽ മാതാവാണ്, മാതാജി എന്നും പറയും, അമ്മി എന്നും പറയും. അമ്മി, അമ്മി ജാൻ, അമ്മി, മാതാജി എന്നൊക്കെ പറയും. ഓക്കെ. മറ്റൊന്ന് ഭായി. നമ്മൾ ഭായി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരു സുഹൃത്ത് എന്നൊന്നല്ല അർത്ഥം. ഭായി എന്ന് പറയുന്നത് ഖാസ് ദോസ്താണ്. അത് ഖാസ് ദോസ്തല്ല, സ്വന്തം ഉടപ്പറപ്പിനാണെന്ന് പറയാം ഭായി എന്നറിയാം. മേരെ ഭായി മുജേ 2 ഭായിയാ ഹേ. എനിക്ക് 2 ഭായി ഉണ്ട്, 2 സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ പെങ്ങൾക്ക് ബഹൻ എന്ന് പറയാം, ബഹൻജി. മൂത്ത പെങ്ങൾക്ക് ബഹൻജി എന്ന് പറയും, ബഹൻ. അപ്പോൾ ബഹൻ എന്ന പെങ്ങളാണ്. അപ്പോൾ നമ്മളൊരാളെ വിളിക്കുമ്പോൾ ബഹൻ, ബഹൻജി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പെങ്ങളെ എന്ന അർത്ഥത്തിന് നമ്മളങ്ങനെ വിളിക്കുന്നതും അതേപോലെ തന്നെയാണെങ്കിൽ പോലും പെങ്ങൾ എന്നാണ് ബഹൻ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഭായിയായി. അതേപോലെ തന്നെ ചാച്ചാ, അമ്മാവൻ, അതൊക്കെ ചാച്ചാ എന്ന് പറയും. ചാച്ചാ, ചാച്ചാജി, ചാച്ചി എന്ന് ഇങ്ങനെ കുറേ ഉണ്ട്. നാന, നാനി, ദാദി. അത്രയും ഡീപ്പായിട്ട് നമുക്ക് പറയാൻ 2 മിനിറ്റ് സമയം കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഇതിൽ കുറച്ച് വാക്കുകൾ പറയാം. എന്താ പറയുന്നത്? അമ്മി, ഏ മേരി അമ്മി ഹെ. മേരാ എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്നാണ്. മേരി അമ്മി, ഇതെൻ്റെ അമ്മയാണ്, എൻ്റെ മാതാവാണ്. മേരാ പിതാജി, മേരേ എന്ന് പറയണം. മേരെ പിതാജി ഘർ പേ ഹേ, എൻ്റെ പിതാവ് വീട്ടിലാണ്. മേരെ പിതാജി ദില്ലി മേ ഹേ, എൻ്റെ പിതാവ് ഡൽഹിയിലാണ്. ഈ രീതിയിലാണ് പോകേണ്ടത്. ഓക്കെ. ബാക്കിയുള്ള നിങ്ങൾ മറ്റു ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാം.